ആര്യം ബേട്ടയോടും ചൈത്ര ബേട്ടയോടും ഞാൻ സംസാരിച്ചു. ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇവര് തയ്യാറാ. അതനുസരിച്ച് നടന്നതൊക്കെ ഇവരങ്ങ് മറക്കും, വയ്യോട് പൊറുക്കും. ഡാഡി എന്ന സ്ഥാനത്തെ പോലും ബഹുമാനിക്കാതെ എന്നോട് ദേഷ്യപ്പെട്ട് മോശമായി സംസാരിച്ചത് ഇവരാ. എന്നിട്ട് വിശാല ഹൃദയരായ ഇവരെന്ത് പൊറുക്കാനാ? മറക്കേണ്ടതും പൊറുക്കേണ്ടതും ഞാനല്ലേ? ഭയ്യ തെറ്റ് ചെയ്തോണ്ടല്ലേ ഇവർക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല എന്ന മഹത് ഭജൻ ഞാനിവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവര് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതിന് പകരം ഭയ്യ പ്രിയമതേ ശില്പയും മറക്കണം. അതാ ഇവര് പറയുന്ന വ്യവസ്ഥ. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഒന്നുമില്ല, സഹതാപം മാത്രം. അയ്യോ ഭയ്യാ കാ മൻ അച്ഛാ ഹൈ. എന്റെ മക്കള് ഇത്രയും വിഡ്ഢികളായി പോയല്ലോ എന്നോർത്തുള്ള വെറും സഹതാപം. ഡാഡി ഞങ്ങളെ കൂടുതൽ കയറി ചൊറിയാൻ വരരുത്, ഞങ്ങള് കയറി അങ്ങ് മാന്തും. ഡാഡി ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ സ്ത്രീയും മകളെയും മറക്കാൻ ഡാഡി തയ്യാറല്ല എന്നാണോ? ശില്പ കമ്പനിയിൽ ചാർജ് എടുത്ത മായാദീദിയുടെ ആത്മാവ് സഹിക്കില്ല. ദീദിക്ക് രോദൻ ഞാൻ കേൾക്കുന്നുണ്ട്. മേ സുൻ സക്തി ഹൂം. ശില്പയെ കമ്പനിയുടെ വൈസ് ചെയർമാനാക്കാനുള്ള നീക്കത്തിൽ നിന്നും ഡാഡി പിന്മാറണം. പകരം ഡാഡിയുടെ മൂത്ത മകൻ എന്ന നിലയിൽ ആ സ്ഥാനം എനിക്ക് തരണം. ബിസിനസ് പഠിച്ചത് ഞാനാ. വൈസ് ചെയർപേഴ്സൺ ആകാനുള്ള അർഹത എനിക്കാ ഉള്ളത്. കല്യാണം കഴിച്ച് നീ വേറെ കുടുംബത്തിലേക്ക് പോകണ്ടവളാ. ഈ കുടുംബത്തിന്റെ ബിസിനസ്സില് നിനക്കുയർന്ന പോസ്റ്റ് തരേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ പഴയ കോൺസെപ്റ്റാ. ഇന്നത്തെ കാലത്ത് കഴിവുകെട്ട ആൺമക്കളെക്കാൾ ഷൈൻ ചെയ്യാൻ പറ്റുന്നതേ പഠിപ്പും ലോക വിവരമുള്ള പെൺകുട്ടികൾക്കാ. ഞാൻ കഴിവില്ലാത്തവനാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പൊതുവെ പറഞ്ഞതാ. ഏട്ടൻ ഇനി അതി കയറി പിടിച്ച് എന്നെ ചാടിക്കടിക്കാൻ വരണ്ട. തർക്കം വേണ്ട. ഭയ്യ, ഞങ്ങള് 3 പേരും പയ്യയുടെ താഴെ വൈസ് ചെയർമാൻമാരാവാം. അതാ നമ്മുടെ കമ്പനിക്ക് അന്തസ്. കുടുംബപരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ ബിസിനസ് ആയിരുന്നു എനിക്ക് കൈമാറി കിട്ടിയത്. തീരെ ചെറിയ നിലയിൽ നിന്നും ആരുടെയും ഉപദേശവും സഹായവും ഒന്നുമില്ലാതെ ഒരു കൊച്ചു കച്ചവടത്തെ SP ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ ഞാനാണ് ഒരു സാമ്രാജ്യമാക്കി വളർത്തിയത്. ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇതിന്റെ ഭാവി എന്ത് എന്ന് തീരുമാനിക്കാനും എനിക്കറിയാം. കമ്പനിയിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ കുപ്പായങ്ങളൊന്നും ആരും തയ്ക്കണ്ട. മോനും മോളും പെങ്ങളും ആരും